എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിബി അണ്ണൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോൾ ചെയ്ത് അറൗണ്ട് ഒരു 2 മണിക്കൂറോളം സിബി അണ്ണൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോക്കിലോട്ട് ഞാൻ കാര്യം വരാം. അതിനു മുന്നേ നമ്മുടെ ഒലിവിയ ഡിസൈൻസിന് എതിരെ 10-20ഓളം പിള്ളേർ ചേർന്നിട്ട് പരാതി ഒപ്പിട്ട് അയച്ചിട്ടുണ്ട്. അതായത് CM-ന് അയച്ചിട്ടുണ്ട്, പിന്നെ DGPക്കും കാര്യങ്ങൾക്കൊക്കെ അയച്ചിട്ടുണ്ട്, പിന്നെ ഇൻ്റലിജൻസിനോ വിജിലൻസിനോ എവിടെയൊക്കെ അയച്ചിട്ടുണ്ട്. അങ്ങനെ പിള്ളേർ പരാതിയൊക്കെ കൊടുത്ത് നല്ല സെറ്റായിട്ട് ഇരിപ്പുണ്ട്. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കേസുമായിട്ട് മുന്നോട്ട് വയ്ക്കൂടെ, സോഷ്യൽ മീഡിയയിലിട്ട് സംസാരിക്കാണ്ട് കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിള്ളേരെ എല്ലാം കേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാം. എന്തായാലും നല്ല തീരുമാനം. കുറേ പേര് ഇങ്ങനെ പറയുന്നുണ്ട് എൻ്റെ കമൻറ്റിൽ, ഇതെന്താ കേസ് കൊടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലിട്ട് സംസാരിക്കാണ്ട് കേസ് കൊടുത്ത് മുന്നോട്ട് പോകും. കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സന്തോഷമായല്ല. അപ്പോൾ നമ്മുടെ സിബി അണ്ണൻ വിളിച്ച വിഷയത്തിലോട്ട് വരാം. സിബി അണ്ണൻ വിളിച്ച സമയത്ത് സിബി അണ്ണൻ കോള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സിബി അണ്ണനോട് ഞാൻ റെക്കോർഡ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിബി അണ്ണനും റെക്കോർഡ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ പേഴ്സണലി സംസാരിച്ച കോള് ഇത് ഇത്രയും ഒരു ഇഷ്യൂ ആയ കേസായതുകൊണ്ടാണ് റെക്കോർഡ് ചെയ്തത്. അതും പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്തത്. പക്ഷെ ഞാൻ പുറത്തു വിടത്തില്ല. എനിക്കത് കാരണം നാളെ എനിക്കെതിരെ എന്തെങ്കിലും സിബി അണ്ണൻ അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം ഒരു സാധനം അതും പറഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്തത്. ഓക്കെ, അതും ആ വോയിസിൽ കേൾക്കാം. പക്ഷെ ഞാനിവിടെ വീഡിയോയിലൊന്നും വയ്ക്കത്തില്ല. പക്ഷെ അതിലെ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്യാം. അതായത് സിബി അണ്ണൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ സിബി അണ്ണൻ എല്ലാത്തിനും ന്യായീകരണം, അതിന് ഇതിന് ഞാൻ എന്ത് ചോദിച്ചാലും ന്യായീകരണം മാത്രമേ സിബി അണ്ണനുള്ളൂ. തെളിവ് കൊണ്ടുപോകുക. CCTV ഇല്ലാത്ത ഒരു സ്ഥാപനത്തിൽ ഞാൻ എവിടെ നിന്ന് കൊണ്ടിട്ട് തെളിവ് കൊണ്ടുവരാനെന്ന് എനിക്ക് ഇതുവരെ പിടിയും കിട്ടിയില്ല. പിന്നെ കുറേ പെമ്പിള്ളേർ പേടിച്ചൊതുങ്ങിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയൊരു വിഷയം എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ സിബി അണ്ണൻ്റെ കയ്യിലൊന്ന് മോശം അനുഭവം ഉണ്ടായ പെൺകുട്ടികളടക്കം അവർ പിന്മാറി പേടിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്കത് ഭയങ്കര ടാസ്ക് ആയിട്ടുള്ളൊരു കേസാണ്. സിബി അണ്ണന് കൂടെ അറിയാം പെൺപിള്ളേർ വരാൻ മടിക്കും. കാരണം അവർക്ക് കുടുംബവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ വരാൻ മടിക്കുന്നു. സിബി അണ്ണന് വ്യക്തമായിട്ട് അറിയാം. സിബി അണ്ണൻ പറയുന്നൊരു കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കേസ് 5000 രൂപയ്ക്ക് 5000 രൂപയ്ക്ക് മേളിലോട്ട് ആർക്കെങ്കിലും ഫൈൻ അടിച്ചിട്ടുണ്ടെങ്കിൽ സിബി അണ്ണൻ്റെ മിനി കൂപ്പർ എനിക്ക് തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സിബി അണ്ണ മിനി കൂപ്പർ എനിക്ക് തരാമെന്ന് പറഞ്ഞു. മിനി കൂപ്പർ. അപ്പോൾ ഞാൻ ചോദിച്ചു തെളിവ് കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേര് ഈ സാലറി കൊടുത്തിട്ട് ചെക്ക് മാറിയതിന് ശേഷം അതിൽ നിന്നാണ് ഈ ഫൈൻ മേടിക്കുന്നത്. അപ്പോൾ ഈ തെളിവില്ല. അത് അങ്ങേർക്ക് അറിയാം തെളിവില്ല. അപ്പോൾ തെളിവ് കൊണ്ടുവന്ന് അങ്ങേരെ കൂപ്പർ എനിക്ക് തരാമെന്നാണ് പറഞ്ഞത്. എനിക്കെന്നല്ല, കൊണ്ടുപോകണം അവർക്ക് കൊടുക്കാമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. വാക്കാണ്, എൻ്റെ വോയിസും ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും അത് നടക്കത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയുള്ള ആരെങ്കിലും മുന്നോട്ട് വന്നു കഴിഞ്ഞാലും അണ്ണൻ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അണ്ണൻ്റെ അടുത്ത് നേരെ സംസാരിക്കാനായിട്ട് ഈ 5000 രൂപയ്ക്ക് ആരെങ്കിലും ഫൈൻ 5000 രൂപയ്ക്കോ അതിന് മേളിലോ ഫൈൻ അടച്ചിട്ടുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ അണ്ണൻ കൂപ്പർ തരാമെന്നാണ് പറഞ്ഞത്. നല്ലൊരു ബെസ്റ്റ് ഓഫറാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ കോൺടാക്ട് ചെയ്യാൻ, ഞാൻ കൊണ്ടുപോകും. ഇതെൻ്റെ വാക്ക. 5000 രൂപയ്ക്ക് മേളിൽ ഫൈൻ അടച്ചിട്ടുള്ള ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യുക, ഞാൻ കൊണ്ടുപോകും നിങ്ങളെ. ഇതെൻ്റെ വാക്ക, മനസ്സിലായോ? അപ്പോൾ അതൊരു സാധനം അണ്ണൻ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പിന്നെ ഹോസ്റ്റലിലെ കേസിൽ എൻ്റെ പൊന്ന് സിബി അണ്ണ നിങ്ങൾ ന്യായീകരിച്ചത് ഒരു തരത്തിലും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. വേറൊന്നും കൊണ്ടല്ല, ഞാൻ നിങ്ങളടുത്ത് ചോദിച്ചത് എന്താ, ഹോസ്റ്റലിലെ പെൺകുട്ടികൾക്ക് എന്തെങ്കിലും മോശം അനുഭവം അല്ലെങ്കിൽ അവിടെ ഈ കല്ല് പറക്കി എറിയുന്ന കേസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ എന്താണെന്ന് ഞാൻ അണ്ണൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അണ്ണ എൻ്റെ അടുത്ത് പറയുന്നതാണ്, അതൊന്നും എൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നതല്ല. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കട അടച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ പിള്ളേരെ ഒന്നും ഉത്തരവാദിത്വം പറ്റത്തില്ല. അതൊന്നും എൻ്റെ ബേസിൽ വരുന്നതല്ലെന്നാണ് സിബി അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. നിങ്ങൾക്ക് എങ്ങനെ അത് പറയാൻ തോന്നിയെന്നാണ് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നത്. അത് റിപ്പീറ്റ് ചെയ്ത് ഞാൻ എടുത്ത് ചോദിച്ചപ്പോൾ നിങ്ങൾ വളരെ മോശമായ രീതിയിലാണ് നിങ്ങൾ അത് എൻ്റെ അടുത്ത് സംസാരിച്ച് വെച്ചത്, അല്ലേ? ആണ്. കാരണം അവരെ ഉത്തരവാദിത്വം ഒന്നും നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് ചോദിക്കുകയാണ്, ഇത്രയും ദൂരെ നിന്ന് വന്ന പെൺകുട്ടികൾ, പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന പെൺകുട്ടികൾ നിങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ എന്ന്? അല്ലെന്നാണ് അങ്ങേര് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇത്രയും പെൺകുട്ടികളെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചു വരുത്തി ഇത്രയും ഇവിടെ തങ്ങി ഉള്ള സെറ്റപ്പിൽ അവർ ജീവിക്കുമ്പോൾ, ആ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അണ്ണൻ ഇല്ലെന്നാണ് അണ്ണൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വീട്ടുകാർ നോക്കിക്കോണം, അല്ലെങ്കിൽ കൊണ്ടുവിടുന്നവർ നോക്കിക്കോണം. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുമെങ്കിൽ നിന്നാൽ മതി എന്നാണ് അണ്ണൻ പറയണത്. ഇത്രയും പെൺപിള്ളേരാ. ഞാൻ എപ്പോഴും പറഞ്ഞു ആൺപിള്ളേരല്ല, ആൺപിള്ളേരാണെങ്കിൽ നിങ്ങളെ എന്നിട്ട് അണ്ണൻ എന്തോന്ന് പറഞ്ഞാൽ ഇത്രയും ദുരിതമാണ് ഇവിടെ നിന്നെങ്കിൽ ചാടിപ്പൊയ്ക്കൂടെ രാത്രി ഹോസ്റ്റൽ കൂട്ടിയതിനു ശേഷം രാത്രി ചാടിപ്പൊയ്ക്കൂടെ എന്നൊക്കെയാണ് എൻ്റെ അടുത്ത് അണ്ണൻ പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞത് പയ്യന്മാരല്ല, പയ്യന്മാരാണെങ്കിൽ
ഈ പറഞ്ഞ പോലെ പയ്യന്മാരാണെങ്കിൽ ഈ ഇത്രയും ദുരന്തം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഹോസ്റ്റലിൽ ചാടി രക്ഷപ്പെടാനൊന്നും നോക്കത്തില്ല, സ്ഥാപനം അടച്ചു പൂട്ടിയിട്ടായിരിക്കും പോകുന്നത്. മനസ്സിലായി? താക്കോലും എടുത്തുകൊണ്ടായിരിക്കും അവന്മാർ പോകുന്നത്. പയ്യന്മാരായിരുന്നെങ്കിൽ ഇത് വെമ്പിള്ളാരായതാണ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അണ്ണൻ വീണ്ടും ഇരുന്ന് ന്യായീകരിക്കരുത്. സത്യം പറയാലോ, എനിക്ക് വെറും എനിക്ക് നല്ല കുരുകൂട്ടി നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പിന്നെ എൻ്റെ മാന്യത കീപ്പ് ചെയ്തിട്ടാണ് മാക്സിമം ഞാൻ നിന്നത്. നിങ്ങളുടെ സ്ഥാപനത്തിലോട്ട് ഇത്രയും പെൺകുട്ടികൾ അവരുടെ വീടും നാടും എല്ലാം വിട്ട് മാറി വന്ന് അവിടെ നിന്ന് അവിടെ നിങ്ങളുടെ ഹോസ്റ്റലിൽ അല്ല, നിങ്ങളെ ഹോസ്റ്റലെന്ന് പറഞ്ഞപ്പോൾ അയാൾ കടയുടെ എന്താ ഷട്ടർ ഇട്ടെന്നാ എന്തൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത്രയും പെൺപിള്ളേർ വന്ന് അവിടെ നിൽക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ അവിടെ താമസിക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലെന്ന് പറഞ്ഞാൽ ഈ സ്ഥാപനത്തിൽ ഇനി ഒരു പെൺകുട്ടികളെങ്കിലും അവിടെ ജോലിക്ക് പോകണമെങ്കിൽ ശരിയുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലെന്ന്. ഇത്രയും പെൺകുട്ടികൾ പല സ്ഥലത്ത് നിന്നും വന്ന് മാറി നിന്ന് നിങ്ങളുടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ല, പിന്നെ നാട്ടുകാർക്കാണ്. ഇത് പിന്നെ ആർക്കാണ് ഇതിന്റെ ഉത്തരവാദിത്വം? നിങ്ങൾക്ക് തന്നെയാണോ അതിന്റെ ഉത്തരവാദിത്വം? പൂർണ്ണ ഉത്തരവാദിത്വം. പക്ഷെ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കല്ലെന്ന്. എൻ്റെ പൊന്ന് സിബി അണ്ണ ഞാൻ വിളിക്കണതേ തെറ്റ്. ഞാൻ പിന്നെ എൻ്റെ ഫ്ലോയിൽ പറഞ്ഞു പോകുന്നതാ പ്രായത്തിന്റെ പക്വത വെച്ചിട്ട്. നിങ്ങൾ അവിടെ ഹോസ്റ്റൽ നടത്തി അവിടെ പെൺപിള്ളേർ താമസിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അല്ല നാട്ടുകാർക്കോ ആ പെൺപിള്ളേർക്കോ അവരുടെ വീട്ടുകാർക്കോ അല്ല. അണ്ണൻ പറയണ അണ്ണനല്ലെന്ന് അതിന്റെ ഉത്തരവാദിത്വം. ഇനി അല്ലെന്ന് മാറ്റി പറ, ഞാൻ എടുത്ത് കേൾപ്പിച്ചു തരാം. ഞാൻ സത്യം ഞാൻ ഞെട്ടിപ്പോയി. ഈ പെൺപിള്ളേരുടെ സുരക്ഷിതത്വം പിന്നെ ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? അണ്ണൻ അറിഞ്ഞുകൂടാ അവിടെ സെക്യൂരിറ്റി ഒന്നും വയ്ക്കേണ്ട എനിക്ക് ഇതൊന്നുമില്ലെന്ന്. ഒരു സ്ഥാപനം, ഇതാണ് ആ സ്ഥാപനം. പിന്നെ എന്നിട്ട് എനിക്ക് അണ്ണ എക്സ്പ്ലനേഷൻ തരണം. എറണാകുളത്ത് പല കമ്പനികൾ ഇങ്ങനെ അന്നെന്ന്. ഇതൊക്കെയാണ് അണ്ണ എനിക്ക് തന്ന എക്സ്പ്ലനേഷൻ. അപ്പോൾ ആ പെമ്പിള്ളേരുടെ ഏവന്മാരെങ്കിലും പലവന്മാരും എവിടെന്നെങ്കിലുമൊക്കെ ചാടിക്കയറി വന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം ആ പെമ്പിള്ളേർക്കും അവരുടെ വീട്ടുകാർക്കാണ്. അണ്ണന് യാതൊരു ബന്ധമല്ലെന്നാണ് അണ്ണൻ പറഞ്ഞു വന്നതിൻ്റെ അടുത്ത്. ഞാൻ ഇതിനൊക്കെ എൻ്റെ വായിൽ എങ്ങനെ വന്നെന്നറിയാമോ? ഞാൻ പിടിച്ചിരുന്നതാ. കുറെ കഴിഞ്ഞപ്പം കട്ടായി, എവിടെ കൂടിയ കട്ടായി പോയി. നന്നായി. ആദ്യം ഒരിക്കൽ കട്ടായി, ഞാൻ കട്ടാക്കിയത്. എനിക്ക് വേറെ കുറച്ച് പെട്ടെന്നൊരു എമർജൻസി ഒന്നുകൊണ്ടേ കട്ട് ചെയ്തത്. രണ്ടാമത് വീട്ടിൽ അതെങ്ങനെ കട്ടായിപ്പോയി, പിന്നെ തിരിച്ച് വിളിച്ചതുമില്ല. ഏതാണ്ട് എൻ്റെ 2 മണിക്കൂർ വേസ്റ്റായി. സത്യം സീരിയസിൽ പറയാം. നിങ്ങൾ ന്യായീകരിച്ച് കിടന്ന് മെഴുകിയതിന് ഒരു രക്ഷയില്ല. ഇമാതിരി മെഴുകൽ നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ. അടുത്ത് ഈ പിള്ളേരുടെ അക്കൗണ്ടിലോട്ട് പൈസ വരുന്ന കേസ് ചോദിച്ചപ്പോൾ അതും അണ്ണം വേറെ എന്താ GST എന്തൊക്കെയോ പറയണടേ. എനിക്കറിഞ്ഞൂടാ ഇങ്ങനെ എന്തിനാണ് പറയണത്. സത്യം ഇങ്ങനെ എന്തുവായി കാണിച്ചു കൂട്ടുന്നത്? എടേ ഇപ്പം അവിടെ നിൽക്കുന്ന പെമ്പിള്ളേരുടെ എനിക്ക് പറയാനുള്ളതാ, നിങ്ങൾ ഹോസ്റ്റലിൽ താമസിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മുടെ സിബി അണ്ണനോ അവരുടെ ഒലിവിയക്കോ ഇല്ല. അതെല്ലാം നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും തമ്മിൽ ഡീൽ ചെയ്തോണം. അതാണ് സിബി അണ്ണൻ പറഞ്ഞു വന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും, അത് നമുക്ക് തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം. അത് ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല. ഞാനിപ്പോൾ എൻ്റെ മകളെ എൻ്റെ പെങ്ങളെ ഒരു സ്ഥാപനത്തിൽ ഇതുപോലെ ദൂരെ ജോലിക്ക് വിടുമ്പോൾ അവൾ സ്വന്തമായിട്ടൊരു റൂമോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് താമസിച്ചു കഴിഞ്ഞാൽ ഓക്കെ, അത് അവളുടെ സ്വന്തം ഉത്തരവാദിത്വമാണ്. അതെൻ്റെയും വീട്ടുകാരുടെയും അവളുടെയും സ്വന്തം ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ ഒരു സ്ഥാപനത്തിൽ അവരുടെ ഹോസ്റ്റലിന് കീഴിലെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അത് എൻ്റെ ഉത്തരവാദിത്വമല്ല. കാരണം നമ്മളെന്താ അവർക്ക് ഹോസ്റ്റലും കാര്യങ്ങളും ഉണ്ട്, കൊണ്ടുവിടുന്ന വീട്ടുകാർ അവർക്ക് ഹോസ്റ്റലും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്കത് വിശ്വസിച്ച് നിർത്താം. നിർത്തിക്കഴിഞ്ഞാൽ അവർ നോക്കിക്കോളും. അതാണ് നമ്മൾ വീട്ടുകാരെ വിചാരിക്കുന്നത്. മനസ്സിലായോ? പക്ഷെ അണ്ണൻ പറയുന്നതല്ല. പിന്നെ എനിക്ക് കട പൊട്ടി കഴിഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഹോസ്റ്റലിൽ യാവൻ വന്നാലും പോയാലും യാവൾ വന്നാലും പോയാലും അണ്ണനൊന്നുമില്ലെന്നുള്ള രീതിയിലാണ് അണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിലാണ് പിള്ളേർ നിങ്ങൾ ജോലിക്ക് പോകുന്നത്. അണ്ണന് യാതൊരു ഇതുമില്ല. ഇതാണ് നിങ്ങൾക്ക് വാരിക്കോരി തരുന്ന നിങ്ങളുടെ മുതലാളി. നിങ്ങൾക്ക് മറ്റേ ലാസ്റ്റ് മറ്റേ സമരം ചെയ്ത വീഡിയോയിൽ എന്തോന്ന് സാറും ചാച്ചി നമ്മുടെ ഉയിലാണെന്ന്, തൈരാണ്. ഇതാണോ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുള്ള നിങ്ങളുടെ മുതലാളികൾ? സ്ഥാപനം പോലെ ഞാൻ കുറേ സംസാരിച്ചു. കുറേ കാര്യങ്ങൾ എല്ലാം മെഴുകുക, കിടന്ന് ന്യായീകരിച്ച് മെഴുകുക. CCTV വയ്ക്കാത്ത എന്തെന്ന് ചോദിച്ചപ്പം അവിടെ നിങ്ങൾ വന്ന് നോക്കാം, എൻ്റെ അടുത്ത് വന്ന് നോക്കാം അവിടെ CCTV വയ്ക്കേണ്ട കാര്യമുണ്ടോ. ഇതാണ് CCTV വയ്ക്കാത്തതിന് ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം. ഞാൻ ഇവൻ്റെ അടുത്തൊക്കെ എന്ത് പറഞ്ഞാടേ കിടന്ന് സംസാരിക്കാൻ? നമുക്ക് കുറച്ചെങ്കിലും വെളിവുള്ളവൻ്റെ അടുത്തല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് എനിക്ക് വെളിവില്ല എന്നുള്ള രീതി. ഞാൻ എന്തോന്ന് പറയാൻ? കഷ്ടം സിബി അണ്ണ, കഷ്ടം. എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഏറ്റവും കൂടുതൽ കലിപ്പ് കൂട്ടിയ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ
നിങ്ങൾ ഈ ഹോസ്റ്റലിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ ഹോസ്റ്റലിൽ നിൽക്കുന്ന പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത് മനസ്സിലായോ? വെയിറ്റ് ആൻഡ് വാച്ച്. എന്തായാലും പരാതി പിള്ളേരൊക്കെ കൊടുത്തിട്ടുണ്ട്. എണ്ണം നോക്കിയിരുന്നു, ട്രോഫി കിട്ടും. എന്തായാലും കൊള്ളാം. ഈ ഒരു സാധനം എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ അടുത്ത് തെളിവടക്കം ഉണ്ട് കേട്ടോ. നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന, നിങ്ങളുടെ ഹോസ്റ്റലിൽ താമസിക്കുന്നവരിൽ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ഇതെൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.